ഹലോ ഫ്രണ്ട്സ്, ട്യൂട്ടർ വേൾഡിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ തന്നെയാണ്. കാരണം ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്, നിങ്ങൾ ഷോർട്ട് വീഡിയോ വീട്ടിലിരുന്നു കൊണ്ട് ചെയ്യുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളൊരു യൂട്യൂബ് ചാനൽ ഉള്ളവരാണെങ്കിൽ, നിങ്ങളുടെ യൂട്യൂബ് ഷോർട്ട് വീഡിയോ ഉണ്ടാക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ നിങ്ങൾ യൂട്യൂബ് ചാനലിലേക്ക് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുന്ന നിങ്ങളുടെ യൂട്യൂബ് വ്ളോഗിന് വേണ്ടി നിങ്ങൾ എങ്ങനെ നിങ്ങളുടെ റൂമിൻ്റെ അകത്ത് ഒരു യൂട്യൂബ് സ്റ്റുഡിയോ, അതായത് യൂട്യൂബ് സ്റ്റുഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് വീഡിയോസ് മേക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, എങ്ങനെ ഒരു പ്രൊഫഷണൽ ക്വാളിറ്റി കിട്ടുന്ന രീതിയിൽ, അതായത് നമ്മൾ വീഡിയോ കാണുമ്പോൾ തന്നെ ഒരു പ്രൊഫഷണൽ ടച്ച് കിട്ടുന്ന രീതിയിൽ നിങ്ങളുടെ റൂമിൻ്റെ അകത്ത് ഒരു ലോ കോസ്റ്റിൽ നമുക്ക് എങ്ങനെ നമ്മുടെ യൂട്യൂബ് വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു സ്റ്റുഡിയോ നമ്മുടെ റൂമിൻ്റെ അകത്ത് നമുക്ക് സെറ്റപ്പ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതിന് വേണ്ടിയുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. അതായത് എൻ്റെ യൂട്യൂബ് വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ എൻ്റെ റൂമിൽ യൂസ് ചെയ്യുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എക്യുപ്മെൻറ്റ്സിൽ ഒന്നാമത്തെ ഒരു എക്യുപ്മെൻറ്റ്സ് ആയിട്ട് തന്നെ ഇതിനെ ഞാൻ കാണിച്ചു തരാം. അതായത് എന്താണെന്ന് തന്നെ നിങ്ങൾക്ക് ഞാൻ ഇപ്പം തന്നെ പറഞ്ഞു തരാം. എന്നിട്ട് ഞാൻ ആ പ്രൊഡക്റ്റിനെ കുറിച്ച് അത് എങ്ങനെയൊക്കെ യൂസ് ചെയ്യാം, അത് എങ്ങനെയൊക്കെ നമുക്ക് അസംബിൾ ചെയ്യാം എന്നുള്ള കാര്യങ്ങളും എല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ നിങ്ങൾ യൂട്യൂബ് വീഡിയോയിൽ ഷോർട്ട് വീഡിയോ ചെയ്യുന്നവരാണെങ്കിൽ, ഷോർട്ട് വീഡിയോ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ചെയ്യുമ്പോൾ നല്ലത് ഒരു റൂമിൻ്റെ അകത്ത് ഒരു സ്റ്റുഡിയോ സെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞ ശേഷം, അതായത് നിങ്ങൾ ബഡ്ജറ്റ് നോക്കരുത്. ബഡ്ജറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1000 രൂപയ്ക്ക് താഴെ വരുന്ന ഒരു ബഡ്ജറ്റിൽ നിൽക്കുന്ന രീതിയിലുള്ള റൂമിൻ്റെ അകത്ത്, നമുക്ക് റൂം ഒത്തിരി ഒന്നും ഇല്ലെങ്കിലും നമ്മൾ കിടക്കുന്ന ഒരു റൂം മതി നമുക്ക്, അല്ലെങ്കിൽ നമ്മുടെ വീടിൻ്റെ അകത്ത് റൂമുകളൊന്നും ഇല്ലെങ്കിലും ഒരു സ്പേസ്, ഒരു ചെറിയൊരു സ്പേസ് ഉണ്ടെങ്കിൽ വരെ നമുക്ക് ഈ ഒരു എക്യുപ്മെൻറ്റ് വെച്ചുകൊണ്ട് നമുക്ക് ബാക്ക്ഗ്രൗണ്ടൊക്കെ അടിപൊളിയായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ യൂട്യൂബ് ഷോർട്ട് വീഡിയോ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട്, അല്ലെങ്കിൽ നിങ്ങളൊരു വ്ളോഗർ ആണെങ്കിൽ, നിങ്ങൾ വീട്ടിലിരുന്നു കൊണ്ട് വ്ളോഗ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ ഉപകാരപ്രദമാകുന്ന ഒരു ലോ ബഡ്ജറ്റ് യൂട്യൂബ് സ്റ്റുഡിയോ സെറ്റപ്പ് എക്യുപ്മെൻറ്റ്സ് ആണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ കാണുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾ നമ്മുടെ യൂട്യൂബ് ചാനൽ ഒന്ന് മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ടടുത്ത് കിടക്കുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന ഇതുപോലത്തെ വെറൈറ്റി വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. യൂട്യൂബിൻ്റെ അകത്ത് നിരവധി വീഡിയോസ് നമ്മൾ കാണുന്നുണ്ട് ലോ ബഡ്ജറ്റിൽ യൂട്യൂബ് സ്റ്റുഡിയോ സെറ്റപ്പ് ചെയ്യുന്നത്, അതും നമ്മുടെ സ്വന്തം റൂമിൽ നമുക്ക് എങ്ങനെ സെറ്റ് ചെയ്യാമെന്നുള്ള കാര്യം. ഞാനിപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനൽ ഒരു സബ്സ്ക്രൈബർ തൊട്ട് 10,000 സബ്സ്ക്രൈബർ വരെ ആകുന്നതിൻ്റെ ഇടയ്ക്കാണ് ഞാൻ എൻ്റെ റൂമിൻ്റെ അകത്ത് ഈ ഓരോ സെറ്റപ്പുകളും ചെയ്തുകൊണ്ടിരുന്നത്. നിങ്ങൾ ഒരു യൂട്യൂബ് സ്റ്റുഡിയോ അല്ല ആദ്യം സെറ്റ് ചെയ്യേണ്ടത്, നിങ്ങളുടെ യൂട്യൂബ് ചാനലാണ്. യൂട്യൂബ് ചാനൽ സെറ്റ് ചെയ്യുന്നതിൻ്റെ സമയത്ത് നിങ്ങൾ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്താൽ മതിയാകും. അപ്പോൾ ഞാൻ കുറേ ആളുകളുടെ അഭിപ്രായം ചോദിച്ചിട്ടാണ് എൻ്റെ റൂമിലേക്ക്, അല്ലെങ്കിൽ എൻ്റെ യൂട്യൂബ് വീഡിയോയിൽ ഞാൻ ഈ ഒരു എക്യുപ്മെൻറ്റ്സിനെ കൊണ്ടുവരുന്നത്. എക്യുപ്മെൻറ്റ്സ് എന്ന് പറയുന്നത് കൂടുതലും വലിച്ചു നീട്ടുന്നില്ല, ഒരു LED സ്ട്രിപ്പിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അതായത് മൾട്ടി കളറിൽ തെളിയാൻ പറ്റുന്ന ഒരു LED സ്ട്രിപ്പുണ്ട്. ജസ്റ്റ് ഞാൻ അതിൻ്റെ ഒരു ഡെമോ കാണിച്ചു തരാം. എന്നിട്ട് ഞാൻ അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് പറഞ്ഞുതരാം. എങ്ങനെയൊക്കെ നമ്മുടെ റൂമിൽ സെറ്റ് ചെയ്യാം, എങ്ങനെയാണ് ഞാൻ എൻ്റെ റൂമിൻ്റെ അകത്ത് ഒരു സ്റ്റുഡിയോ സെറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഞാനത് ഉപയോഗിച്ചുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. ജസ്റ്റ് ഞാനതൊന്ന് ഓണാക്കി നിങ്ങളെ കാണിച്ചു തരാം. അതിൻ്റെ എഫക്റ്റ് എവിടെ നിന്നാണ് വരുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് ഞാനൊന്ന് ഓണാക്കി കാണിച്ചു തരാം. ഓണാക്കുമ്പോൾ നമുക്കത് എങ്ങനെ വരും എന്ന് ഞാൻ കാണിച്ചു തരാം. ഓണാക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇങ്ങനത്തെ ഒരു കളറും ഒരു ബാക്ക്ഗ്രൗണ്ടുമാണ് വന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ ഫോക്കസിന് വേണ്ടി നമുക്ക് സ്ക്രീനിലേക്ക് ഫ്രണ്ടിലേക്ക് കയറി വരികയാണെങ്കിൽ വീഡിയോ നമ്മുടെ ഫേസിൽ ഫോക്കസ് ചെയ്യും. അതുപോലെ ബാക്കിലേക്ക് ഇറങ്ങി നിൽക്കുകയാണെങ്കിൽ എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ആ ഒരു കളറ് വന്ന് അടിക്കുകയും എനിക്ക് നല്ല രീതിയിൽ ഒരു ബാക്ക്ഗ്രൗണ്ട് കളർ എനിക്ക് കിട്ടുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ ഒരു ഒറ്റ കളറാണ് ഇതിനുള്ളൂ എന്ന്. അല്ല, നമുക്കിതിൻ്റെ അകത്ത് 7 കളറോളം നമുക്ക് ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്യാം. ഇതിപ്പോൾ ബ്ലൂ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഞാനിത് റെഡിലേക്കൊന്ന് മാറ്റുകയാണ്. ഒരു ചെറിയ റിമോട്ടുണ്ട് ഇതിന്. ഈ റിമോട്ടിൻ്റെ അകത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതിൻ്റെ അകത്ത് കളർ LED ആണ് കൊടുത്തിരിക്കുന്നത്. ഇതൊരു LED ബാർ സ്ട്രിപ്പാണ്. അതായത് നമുക്ക് ഭിത്തിയിലോ അല്ലെങ്കിൽ എവിടെ വേണമെങ്കിലും ഒരു ഒട്ടിച്ച് വെക്കാൻ പറ്റുന്ന ഒരു LED സ്ട്രിപ്പാണിത്. നല്ല ലെങ്ത്തിലുള്ള ഒരു അടിപൊളി സ്ട്രിപ്പാണ്. ഞാനതെൻ്റെ മുറിയിൽ എങ്ങനെ സെറ്റ് ചെയ്തിരിക്കുന്നു, ഈ എഫക്റ്റുകൾ എങ്ങനെ ആഡ് ചെയ്തിരിക്കുന്നു എന്നൊക്കെ ഞാൻ കാണിച്ചു തരാം. അതിൻ്റെ മുമ്പ് ഞാൻ ഇതിന് ഓരോ കളറുകൾ നിങ്ങളെ കാണിച്ചു തരാം. ജസ്റ്റ് ഞാൻ ഇതിൻ്റെ ഒരു സെൻസറുണ്ട്. ആ സെൻസറിലേക്ക് ഇത് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് കിട്ടുള്ളൂ. ഇപ്പോൾ ഗ്രീൻ ആക്കി ഞാൻ. അപ്പോൾ ഈ ഗ്രീൻ ആയി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും നമുക്ക് ആ കൊടുക്കുന്ന നമ്മൾ ആ LED സ്ട്രിപ്പ് വെച്ചിരിക്കുന്ന ആ പൊസിഷനിൽ നിന്നും വെട്ടമടിക്കുമ്പോൾ അത് പല റിഫ്ലക്റ്റ് ചെയ്ത് കിട്ടുന്ന അനുസരിച്ച് നിങ്ങൾ ചെയ്യണം. കാരണം നിങ്ങളുടെ ഫേസിലേക്ക് കൂടുതൽ വരാണ്ടിരിക്കണം. ഇപ്പം ഞാൻ ചെയ്തിരിക്കുന്നത് പക്ഷേ ഒരു അബദ്ധം പറ്റി, പക്ഷേ ഞാനിത് മാറ്റും. കാരണം ഞാൻ ചെയ്തിരിക്കുന്നത് മുകളിൽ നിന്നാണ്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഒരു പ്രത്യേക പൊസിഷനിൽ എത്തിക്കഴിയുമ്പോഴായിരിക്കും എൻ്റെ ഡേ ലൈറ്റും ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന ക്യാമറ ലൈറ്റും എല്ലാം കൂടെ എൻ്റെ ഒരു കറക്റ്റ് ഫോക്കസും കിട്ടുള്ളൂ. ഇപ്പോൾ എനിക്ക് ഡാർക്ക് ഷെയ്ഡാണ് വന്നിരിക്കുന്നത്.
ഫേസിലേക്ക് ഒരു ഡാർക്ക് ഷെയ്ഡാണ് വന്നിരിക്കുന്നത്. ഞാൻ അതൊന്ന് ജസ്റ്റ് ഓഫ് ചെയ്ത് കാണിച്ചു തരാം. ഓഫ് ചെയ്യുമ്പോൾ ഇതെൻ്റെ ഡേ ലൈറ്റാണ്. ഡേ ലൈറ്റും ചെറിയൊരു ലൈറ്റും കൊടുത്തിട്ടാണ് ഞാനിത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് LED സ്ട്രിപ്പ് വന്നപ്പോൾ ഇത് മുകളിലാണ് കൊടുത്തിരിക്കുന്നത്. അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം, എല്ലാ ഡീറ്റെയിലും ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് തന്നെ ചെയ്യണം. ഇപ്പോൾ ഗ്രീനാണ് കൊടുത്തിരിക്കുന്നത്, ഞാൻ അത് കഴിഞ്ഞിട്ട് യെല്ലോ ഒന്ന് ആക്കി കൊടുക്കുകയാണ്. യെല്ലോ ആക്കുമ്പോൾ യെല്ലോയുടെ കളർ വന്നു. അപ്പം നമുക്ക് ഒരു ഷോർട്ട് വീഡിയോ ചെയ്യുന്ന ഒരു ഡാൻസറോ അല്ലെങ്കിൽ ഒരു യൂട്യൂബ് ബ്ലോഗറൊക്കെ ആണെങ്കിൽ നിങ്ങൾക്കത് ഇതുപോലെ ഇങ്ങനെ വന്ന് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. ഇപ്പം ഞാൻ എൻ്റെ കൊടുത്തിരിക്കുന്നത്, അതായത് എൻ്റെ സ്ട്രിപ്പിൻ്റെ ലൈറ്റ് കൊടുത്തിരിക്കുന്നത് യെല്ലോ കളറാണ്. അപ്പോൾ ഈ യെല്ലോ കളർ മുകളിലായിട്ടാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ബാക്ക്ഗ്രൗണ്ടിലേക്ക് യെല്ലോ കളറാണ് വന്നിരിക്കുന്നത്. എൻ്റെ കയ്യിൽ ഒരു ബ്ലൂടൂത്ത് വയർലെസ് മൈക്കില്ല റെക്കോർഡ് ചെയ്യുന്നതിന് വേണ്ടി, ഞാൻ വയേർഡ് മൈക്കാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ എക്യുപ്മെൻറ്റ്സിൻ്റെ ഓരോ കാര്യങ്ങളും ഓരോ വീഡിയോസായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം. എൻ്റെ യൂട്യൂബ് വീഡിയോ ചെയ്യുന്നതിന് വേണ്ടി ഞാൻ ഉപയോഗിക്കുന്ന ഓരോ എക്യുപ്മെൻറ്റ്സും നിങ്ങൾക്ക് ഓരോ വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞു തരാം. വളരെ ലോ ബഡ്ജറ്റിൽ നിങ്ങൾക്ക് പ്രൊഫഷണൽ രീതിയിൽ നല്ല ക്വാളിറ്റിയിൽ വീഡിയോ ഉണ്ടാക്കാൻ സാധിക്കുന്ന എല്ലാ വീഡിയോസും ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരുന്നതായിരിക്കും. വെറും 150 രൂപയുടെ മൈക്കാണിത്. പക്ഷേ എൻ്റെ ഓഡിയോ ക്വാളിറ്റി എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഈ 150 രൂപയുടെ മൈക്ക് ആമസോണിൽ നിന്ന് ഞാൻ മേടിച്ചതാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ എല്ലാം നിങ്ങൾക്ക് അടുത്തൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരാം. കാരണം ഞാൻ എല്ലാ എക്യുപ്മെൻറ്റ്സും നല്ല രീതിയിൽ യൂസ് ചെയ്ത് നോക്കിയിട്ട് ലോ ബഡ്ജറ്റിൽ നമുക്ക് മേടിക്കാൻ പറ്റിയ സാധനങ്ങളാണ് നമ്മൾ മേടിച്ചിരിക്കുന്നത്. ലോ ബഡ്ജറ്റിൽ ഏറ്റവും ക്വാളിറ്റി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന മെറ്റീരിയലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പം ഞാൻ ഉപയോഗിച്ച് എനിക്ക് ഉറപ്പ് വരുത്തിയ സാധനങ്ങളാണ് നിങ്ങൾക്ക് ഞാൻ റെഫർ ചെയ്യുകയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായും അത് വാങ്ങി ഉപയോഗിക്കാവുന്നതാണ്. ഞാൻ എൻ്റെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ്റെ അകത്ത് ഈ പ്രൊഡക്റ്റുകളൊക്കെ വാങ്ങാനുള്ള ആമസോണിൻ്റെ ലിങ്ക് ഞാൻ പ്ലേസ് ചെയ്യാം. തീർച്ചയായും ആ ലിങ്കിലൂടെ തന്നെ നിങ്ങൾ കയറി ആ പ്രൊഡക്റ്റുകൾ പർച്ചേസ് ചെയ്യുക. നിരവധി പ്രൊഡക്റ്റുകൾക്ക് നല്ല റിവ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഞാൻ യൂസ് ചെയ്ത് ഞാനൊരു 6 മാസത്തിൽ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന സംഭവങ്ങളാണ് ഞാൻ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് 100% വിശ്വസിക്കാം. ഞാൻ ഈ പറയുന്ന ഓരോ കാര്യങ്ങളും 100% ട്രസ്റ്റബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ തന്നെയാണ്. വെറും 150 രൂപയ്ക്ക് ഞാൻ ഉപയോഗിക്കുന്ന എൻ്റെ മൈക്കാണിത്. അപ്പോൾ ഈ മൈക്ക് നിങ്ങൾ എത്രമാത്രം ഓഡിയോ ക്വാളിറ്റി ഉണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അപ്പോൾ ഞാൻ എൻ്റെ യൂട്യൂബ് വരുമാനം കൊണ്ട് മാത്രമാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ യൂട്യൂബ് വരുമാനം കൂടുന്നതനുസരിച്ച് ഞാൻ അത് ഫുൾ യൂട്യൂബിൻ്റെ ഈ ഒരു ചാനൽ വളർത്തുന്നതിന് വേണ്ടി അതിലേക്ക് ഫുള്ളായിട്ട് തന്നെ ഞാൻ യൂസ് ചെയ്യും. വേറെ ഒരു കാര്യത്തിനും എടുക്കില്ല. അപ്പോൾ ഞാൻ ഈ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണണം. നിങ്ങളുടെ യൂട്യൂബ് ചാനൽ ഗ്രോ ചെയ്യിക്കുന്നതിന് വേണ്ടി ചെറിയ രീതിയിൽ തുടങ്ങി നമുക്ക് വലിയ രീതിയിൽ വരെ നല്ല പ്രൊഫഷണൽ ക്വാളിറ്റിയിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഞാൻ ഇതിൽ യെല്ലോ ആണ് കാണിച്ചത്. ഇനി ബ്ലൂ ഉണ്ട്, ബ്ലൂവിൻ്റെ കളറും കാണിച്ചു തരാം. അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ സ്ട്രിപ്പിൻ്റെ ഓരോ ഡീറ്റെയിലും നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇപ്പോൾ ബ്ലൂ ആയി കഴിഞ്ഞപ്പോഴത്തേനും കുറച്ചുകൂടെ കളർ കൂടി. ബ്ലൂ ഞാൻ ഓൾറെഡി തന്നെ കാണിച്ചു തന്നിരുന്നു. പിന്നെ ഒരു റോസ് കളറുണ്ട്. 7 കളർ നമുക്ക് ഇതിൻ്റെ അകത്തുണ്ട്. ഓരോ കളറും ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ അകത്ത് ബ്ലൂ ആയി, ഇതൊരു ലൈറ്റ് ബ്ലൂ നമുക്ക് മാറ്റാം. ഇപ്പോൾ ഒരു ലൈറ്റ് ബ്ലൂ ആയിട്ട് ചേഞ്ച് ചെയ്തു. ഇപ്പോൾ ഓറഞ്ചായി, റെഡ് ആക്കാം നമുക്ക്. റെഡിൻ്റെ ലൈറ്റ് റെഡ് ഉണ്ട്. പിന്നെ ഒരു ഡേ ലൈറ്റിൻ്റെ ഒരു കളർ കിട്ടുന്ന രീതിയിൽ ഈ കളറാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. കാരണം ഇതൊരു ഗോൾഡൻ കളറാണ്. അപ്പോൾ ഈ ഗോൾഡൻ കളറിൽ നമുക്ക് ഇങ്ങനെയൊക്കെ നിന്നുകൊണ്ട് നമുക്ക് വീഡിയോ ചെയ്യാൻ സാധിക്കും. ഒരു ഭിത്തിയാണ് എൻ്റെ റൂമിലെ ഒരു ബാക്ക്ഗ്രൗണ്ട് വാളാണിത്. അപ്പോൾ ഇതിൽ ഷെയ്ഡ് വരാത്ത രീതിയിൽ ഞാൻ ഈ LED സ്ട്രിപ്പ് ഇതിൻ്റെ അത് സെറ്റ് ചെയ്തിരിക്കുകയാണ്. കാരണം ഞാൻ ഈ സെൻറ്ററിലേക്ക് കയറി വരുമ്പോൾ എൻ്റെ ലൈറ്റ് സെറ്റപ്പ് അനുസരിച്ച് മുഖത്തോട്ട് ഒരു ഡാർക്ക് ഷെയ്ഡ് അടിക്കുന്നത് കൊണ്ട് അത് വീഡിയോനെ ബാധിക്കും. അതുകൊണ്ട് ഞാൻ ഇറങ്ങി നിൽക്കുമ്പോൾ ഈ LED സ്ട്രിപ്പിൻ്റെ കളർ കറക്റ്റായിട്ട് ഫേസിൽ വരികയും ഒരു പ്രൊഫഷണൽ ലുക്കിൽ കിട്ടുകയും ചെയ്യും. അപ്പോൾ യൂട്യൂബിൽ ഷോർട്ട് വീഡിയോ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ അടിപൊളി ഷോർട്ട് വീഡിയോ ചെയ്യാൻ പറ്റുന്ന ഒരു എക്യുപ്മെൻറ്റ് തന്നെയാണ് ഈ LED സ്ട്രിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ അകത്തുള്ള ഫുൾ ഡീറ്റെയിൽസ് ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ പറഞ്ഞു തരാം. ആ LED സ്ട്രിപ്പ് എല്ലാ കാര്യങ്ങളും ഒറ്റയടിക്ക് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. എൻ്റെ മുറിയിൽ ഞാൻ യൂട്യൂബ് വീഡിയോയ്ക്ക് എഫക്റ്റ് കിട്ടുന്നതിന് വേണ്ടി ഞാൻ ഇങ്ങനെയാണ് LED സ്ട്രിപ്പ് ഒട്ടിച്ചു വച്ചിരിക്കുന്നത്. അതായത് എൻ്റെ വീടിൻ്റെ റൂമിൻ്റെ മുകളിലായിട്ടാണ് ഞാൻ ഈ LED സ്ട്രിപ്പ് ഒട്ടിച്ച് വെച്ചിരിക്കുന്നത്. അത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാൻ സാധിക്കും. ഞാനിപ്പോൾ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽ കാണിച്ചു തരാം. ഇത് എൻ്റെ റൂമിൽ ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നതാണ്. ഇനി അത് നമുക്കൊന്ന് എല്ലാ ഡീറ്റെയിലും അതെങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഇതിൻ്റെ അകത്തൊരു ഗ്രീൻ കളറാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. ഈ ഗ്രീൻ കളറിൻ്റെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഈ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി എത്രമാത്രം ഉണ്ടെന്ന്. കാരണം ഇത് ലൈവായിട്ട് ഞാൻ നിങ്ങൾ കാണിച്ചു തരികയാണ്. കാരണം ഈ ഒരു പ്രൊഡക്റ്റ് എൻ്റെ യൂട്യൂബ് സ്റ്റുഡിയോ അല്ലെങ്കിൽ എൻ്റെ യൂട്യൂബ് വീഡിയോ ചെയ്യുന്നതിന് വേണ്ടി എൻ്റെ റൂമിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു പ്രൊഡക്റ്റ് തന്നെയാണ്. കാരണം ഒരു എഫക്റ്റ് കിട്ടുന്നതിന് വേണ്ടി നമ്മുടെ വീഡിയോയ്ക്ക് ഒരു കുറച്ച് എഫക്റ്റ് കിട്ടുന്നതിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. ഈ സ്ട്രിപ്പിൻ്റെ ലാസ്റ്റ് എൻഡിങ്ങിൽ ഇതുപോലൊരു ഐറ്റം കാണാം. അതായത് ഒരു എക്സ്റ്റെൻഡ് ചെയ്ത് കണക്ട് ചെയ്യുന്ന ഒരു ഐറ്റം കാണാം. നമുക്കിത് ഇതുപോലത്തെ 2 പ്രൊഡക്റ്റ് വാങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് കണക്ട് ചെയ്യുന്നതിന് വേണ്ടിയുള്ള അടുത്തൊരു കണക്ടറാണിത്. കാരണം നമുക്ക് ഈ ഒരു കണക്ടർ ഉപയോഗിച്ചുകൊണ്ട്
നമുക്ക് ഒന്നിൽ കൂടുതൽ പ്രൊഡക്റ്റുകൾ, അതായത് നിങ്ങളുടെ റൂമിൻ്റെ അകത്ത് ലെങ്ത്ത് കൂടുതലാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കണക്ടർ ഉപയോഗിച്ചുകൊണ്ട് ഇതുപോലത്തെ ഒന്നിൽ കൂടുതൽ സ്ട്രിപ്പ് വാങ്ങിക്കൊണ്ട് അത് കണക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഈ ഒരു കണക്ടർ യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ എൻഡിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഇതിൻ്റെ അകത്ത് കളർ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലായിരിക്കും, LED സ്ട്രിപ്പാണ്. ഇതിൻ്റെ ഒരു സൈഡിൽ LED ആണ് അവർ യൂസ് ചെയ്തിരിക്കുന്നത്. ഈ LED ഒരു സൈഡിൽ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഒട്ടിക്കണ ഒരു പശയുള്ള ഒരു ഇതാണ്, ഒരു ലെതറിൻ്റെ പശയുള്ള ഒരു ഓപ്ഷനാണ് ബാക്കിൽ കൊടുത്തിരിക്കുന്നത്. അത് നമുക്ക് ഭിത്തിയിൽ എവിടെയാണെങ്കിലും ഒട്ടിക്കാം. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇത് ഒട്ടിപ്പിടിച്ചിരിക്കുന്നുണ്ടോ, ഈ LED സ്ട്രിപ്പ് എൻ്റെ കയ്യിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്നതിനാണ് ഇത്. അപ്പോൾ അത് നമുക്ക് എവിടെയെങ്കിലും ഭിത്തിയിലൊക്കെ ഒട്ടിച്ച് വയ്ക്കാം, എവിടെ വേണമെങ്കിലും നമുക്ക് ഒട്ടിക്കാൻ ഉപയോഗിക്കാം. ഇപ്പോൾ ഞാനത് എൻ്റെ കയ്യിൽ ഇതിങ്ങനെ ഒട്ടിച്ച് വെച്ച് കഴിഞ്ഞാൽ കയ്യിലിരിക്കും. ഞാനത് ജസ്റ്റ് കാണിച്ചു തരാം. ഇപ്പോൾ ഇത് കയ്യിൽ എടുത്തു കഴിഞ്ഞിട്ട് ഇത് നമുക്ക് നമ്മുടെ കയ്യിലൊക്കെ ഒട്ടിച്ച് വയ്ക്കാൻ സാധിക്കും. കയ്യിൽ ഞാനിപ്പോൾ ഒന്ന് കാണിച്ചു തരാം ഇതെങ്ങനെ ഒട്ടിക്കണമെന്ന്. ഇതിങ്ങനെ കയ്യിൽ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഇരുന്നോളും. സാധനം എന്ത് ചാടി പോവുകയൊന്നുമില്ല. കാരണം അത് നല്ല രീതിയിൽ നല്ല ഒരു പശയുള്ള ഒരു സൈഡ് തന്നെയാണ് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത്. അതൊരു ചെറിയൊരു ലെതർ പോലത്തെ ഒരു ഇതാണ്. ലെതറല്ല, പ്ലാസ്റ്റിക്കും ഒരു ഫൈബർ ടൈപ്പും കൂടിയാണ് മെറ്റീരിയൽ വന്നിരിക്കുന്നത്. പെട്ടെന്ന് അങ്ങനെ ഒടിഞ്ഞൊന്നും പോകുന്നില്ല. പിന്നെ ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്, ഇതിൻ്റെ അകത്ത് ഓരോ LED-യും തെളിയുന്നുണ്ട്. അത് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് ഇതിൻ്റെ അകത്ത് 7 കളർ യൂസ് ചെയ്യാം. 7 കളർ യൂസ് ചെയ്യാം എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയത്. ഇപ്പോൾ ഞാൻ ഓരോ കളറും മാറ്റുമ്പോൾ ആ കളറ് മാറി മാറി വരുന്നുണ്ട്. അതെനിക്ക് വളരെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ ഒരു കാര്യം തന്നെയാണ്. കാരണം ഇങ്ങനെ ഒരു LED സ്ട്രിപ്പിൻ്റെ അകത്ത് എല്ലാ കളറും നമുക്ക് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അതാണ് എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയ കാര്യം എന്ന് പറഞ്ഞാൽ. ഞാൻ വിചാരിച്ചു 1-2 കളറൊക്കെ ആയിരിക്കും വരുള്ളൂ. പക്ഷേ ഇതിൻ്റെ 7 കളറും നമുക്ക് ചൂസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. 7 കളറും നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതാണ് എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത്. വളരെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണത്. കാരണം പല പല കളറുകൾ നിങ്ങളിത് കാണാം. ഇപ്പോൾ തന്നെ ഞാൻ ഓരോ കളറും നിങ്ങൾക്ക് മാറ്റി മാറ്റി ഇട്ട് തന്നല്ലോ. പല പല കളറുകൾ നമുക്ക് ഇതിൻ്റെ അത് കാണാൻ സാധിക്കും. അതാണ് എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത്. കാരണം നമുക്ക് പല വീഡിയോയിൽ ഇപ്പോൾ ഒന്നിൽ കൂടുതൽ വീഡിയോ അല്ലേ നമ്മൾ എന്തായാലും ചെയ്യുള്ളൂ. ഓരോ ദിവസം ഓരോ വീഡിയോ നമ്മൾ ചെയ്യുന്നവരാണ്. ആ ഓരോ വീഡിയോയ്ക്ക് വേണ്ടിയുള്ള ഓരോ ദിവസം നമുക്ക് ഓരോ കളറും യൂസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമുക്ക് എന്തായാലും ഓരോ വീഡിയോയ്ക്ക് ഓരോ കളർ കിട്ടിക്കഴിയുമ്പോൾ തന്നെ യൂട്യൂബ് ഷോർട്സും വീഡിയോ ഒക്കെ നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അടിപൊളി വീഡിയോ ആണെന്ന്. നിങ്ങളെല്ലാവരും ഈ പ്രൊഡക്റ്റ് ഒന്ന് വാങ്ങി യൂസ് ചെയ്ത് നോക്കുക. കാരണം നിങ്ങളുടെ വീഡിയോ അടിപൊളി വൈറലാകുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു നല്ലൊരു യൂട്യൂബ് സ്റ്റുഡിയോ റൂമിൽ സെറ്റ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു അടിപൊളി പ്രൊഡക്റ്റ് തന്നെയാണിത്. ഞാൻ ഈ പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് നമ്മുടെ യൂട്യൂബ് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ്റെ അകത്ത് കൊടുക്കാം. ജസ്റ്റ് അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക നിങ്ങൾ. പിന്നെ ഇതിൻ്റെ അകത്ത് ഒരു സെൻസർ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് ആ സെൻസർ ഞാൻ കാണിച്ചു തരാം. അതായത് നമ്മുടെ ഒരു റിമോട്ടും അതുപോലെ ഇതിൽ ഓട്ടോമാറ്റിക്കായിട്ട് കളർ ചേഞ്ച് ചെയ്യുന്നതിനും വേണ്ടിയുള്ള ഒരു സെൻസർ ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. അതവർ ഒട്ടിച്ച് വെച്ചിരിക്കുകയാണ്. ആ സെൻസറിൻ്റെ ഡീറ്റെയിൽ LED കൺട്രോളറാണിത്. അതായത് ഈ LED സ്ട്രിപ്പ് കൺട്രോൾ ചെയ്യുന്ന ഒരു കൺട്രോളറാണിത്. അത് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു LED കൺട്രോളറാണ്. അത് നമുക്ക് ഈ LED സ്ട്രിപ്പ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വേറെ LED സ്ട്രിപ്പ് വാങ്ങി ഇതിലേക്ക് കണക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു ഓപ്ഷൻ, അതായത് ഈ LED കൺട്രോളറല്ലേ, ഇത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഓരോ ഓപ്ഷൻസും നമുക്ക് ഇവിടുന്ന് മാറ്റി മാറ്റി ഉപയോഗിക്കാം. അതായത് ഇത് അഡാപ്റ്റർ ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന അഡാപ്റ്ററിൻ്റെ ചാർജ് കേബിളാണ്. അതായത് ചാർജ് എന്ന് പറഞ്ഞാൽ ഇത് ഡയറക്റ്റ് കറണ്ടിലേക്ക് നമ്മൾ പ്ലഗ് ചെയ്യുകയാണ്. അപ്പോൾ ഇത് അഡാപ്റ്ററിൻ്റെ എൻഡ് ഓപ്ഷനാണ്. അത് നമ്മൾ ഈ LED കൺട്രോളറിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിൻറ്റിലേക്ക് ഇൻപുട്ടിലേക്ക് കൊടുക്കുകയാണ്. ഈ LED കൺട്രോളറിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഈ LED സ്ട്രിപ്പിൻ്റെ ഇൻപുട്ടാണ്. അതായത് ഈ ഒരു LED കൺട്രോളർ കണ്ടോ, ഇത്ര പോർഷനുള്ളൂ ഈ LED കൺട്രോളർ. അതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഈ LED സ്ട്രിപ്പിൻ്റെ ഇൻപുട്ടാണ്. അപ്പോൾ ഇത്ര ഒരു ചെറിയൊരു ഓപ്ഷൻസാണ് ഇതിൻ്റെ അകത്തുള്ളത്. വളരെ സിമ്പിളാണ്. കൂടുതൽ നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലോ അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാവാത്ത രീതിയിലൊന്നുമില്ല. അപ്പോൾ ഇതിൽ ഏത് ഓപ്ഷൻ പോയാലും നമുക്ക് റീചേഞ്ച് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് എക്സ്ചേഞ്ച് ചെയ്ത് മാറാൻ സാധിക്കും. ഈ LED കൺട്രോളർ പോയ ഈ പോർഷൻ മാത്രം നമുക്ക് മാറാം. നമ്മുടെ അഡാപ്റ്റർ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ അഡാപ്റ്റർ നമുക്ക് മാറാം. ഇതാണ് അഡാപ്റ്റർ. വില കുറഞ്ഞൊരു അഡാപ്റ്റർ തന്നെയാണ്. ഇതാണ് അഡാപ്റ്റർ. അപ്പോൾ ഇതിൽ LED സ്ട്രിപ്പ് പോവുകയാണെങ്കിൽ നമുക്ക് LED സ്ട്രിപ്പ് മാറി ബാക്കിയുള്ള ഓപ്ഷൻസിലേക്ക് കൊടുക്കാൻ സാധിക്കും. അപ്പോൾ എന്തുകൊണ്ടും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി എക്യുപ്മെൻറ്റ് തന്നെയാണ് ഈ LED സ്ട്രിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് യൂസ് ചെയ്ത് നോക്കുക, വാങ്ങുക. നിങ്ങൾ ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.
അപ്പോൾ ഇന്നത്തെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വരുന്നു. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള അടിപൊളി വീഡിയോസ് കാണുന്നതിനായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. കൂടാതെ തൊട്ടടുത്ത് കിടക്കുന്ന ബെൽ ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോ ഉടൻ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും.